ദിലീപ്, ഇതിൽ നമുക്കറിയാം ഈ വിവാദമുണ്ടായി. ഈ പിന്തുണ SDPI പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാക്കളോടൊക്കെയുള്ള പ്രതികരണം തേടുന്ന സമയത്തൊക്കെ കോൺഗ്രസ് നേതാക്കൾ ആരും ഈ പിന്തുണ വേണ്ട, വർഗീയ സംഘടനകളുടെ പിന്തുണ വേണ്ട എന്നിപ്പോൾ പറഞ്ഞ അഭിപ്രായം പറഞ്ഞിരുന്നില്ല. രമേശ് ചെന്നിത്തലയാണെങ്കിൽ SDPIക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്ന മട്ടിൽ അദ്ദേഹം പ്രതികരിച്ചതൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ജയശങ്കറിനോട് ചോദിച്ച അതേ ചോദ്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പിന്തുണ എന്നത് UDFനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കും, അത് തിരിച്ചടി ചില മേഖലകളിൽ ഉണ്ടാക്കും എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നതാണോ നമ്മൾ കരുതേണ്ടത്? അതോ ദേശീയ തലത്തിൽ ഇത് BJP ഈ പറയുന്ന തരത്തിൽ പോപ്പുലർ ഫ്രണ്ടുമൊക്കെയായി ചേർത്ത് വെച്ച് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് മുന്നിൽ കണ്ട് ഉള്ള ഒരു പ്രതിരോധമാണോ? എങ്ങനെ വേണം ഈ തീരുമാനത്തെ കാണാൻ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം. കാരണം SDPI എന്ന പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതേസമയം ഈ UDFൻ്റെ പിന്തുണ സംബന്ധിച്ച് പരസ്യമായി തള്ളിപ്പറയാൻ കഴിഞ്ഞ ദിവസം വരെ തയ്യാറാകാൻ കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥ BJP അടക്കം ദേശീയ തലത്തിൽ വലിയ പ്രചരണായുധമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ BJP വക്താവ് വിനോദ് താവ്ഡെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയുമായി UDF സഖ്യമുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു എന്ന നിലയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുടെ നിലപാട്, അതായത് BJP ഉയർത്തിപ്പിടിക്കുന്ന അവർ ഹിന്ദു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു ഹിന്ദു വിരുദ്ധ ചേരിയിലാണ് കോൺഗ്രസ് എന്ന തലത്തിലുള്ള ഒരു പ്രചരണം ദേശീയ തലത്തിൽ കൊണ്ടുവരുന്നതിനായിരുന്നു BJPയുടെ നീക്കം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ സംസ്ഥാനത്ത് ഒരുപക്ഷെ ചില മണ്ഡലങ്ങളിൽ SDPIയുടെ പിന്തുണ UDFന് സഹായകമായേക്കും. പക്ഷേ അത് ദേശീയ തലത്തിൽ തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ ആ നിലയിലുള്ള, അതായത് പിന്തുണ വേണ്ട, SDPIയുടെ പിന്തുണ വേണ്ട എന്ന നിലപാടിലേക്ക് UDF എത്തിയിരിക്കുന്നത്. ഏതായാലും UDF നേതാക്കൾ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച തന്നെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ VD സതീശനടക്കം, PK കുഞ്ഞാലിക്കുട്ടി, K സുധാകരൻ തുടങ്ങിയ നേതാക്കളൊക്കെ, MM ഹസൻ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് UDF എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പരസ്യ നിലപാട് സ്വീകരിക്കണം എന്ന നിലയിലേക്ക് നിർബന്ധിതമാവുകയും ചെയ്തിരുന്നു. ഈ ചർച്ചകൾ നടത്തുകയും ഈ SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി ഇക്കാര്യം പറയുന്നതിനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയുമാണ് ഇപ്പോൾ UDF നേതൃത്വം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം ആ നിലയിലുള്ള സമ്മർദ്ദം UDFിലെ മറ്റ് ഘടകകക്ഷികൾക്ക് മേലും ചെലുത്തിയിരുന്നു. നേരത്തെ SDPIയെ ശക്തമായി എതിർത്തിരുന്ന മുസ്ലിം ലീഗ് അടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SDPIയുടെ പിന്തുണ സംബന്ധിച്ച് യാതൊരു പ്രതികരണത്തിനും തയ്യാറായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ലീഗിനെ സംബന്ധിച്ച് മലപ്പുറത്തെ ചില മണ്ഡലങ്ങളിലെങ്കിലും SDPIയുടെ പിന്തുണ കൂടുതൽ ഗുണകരമാകും. അത് പരാജയഭീതി എന്നത് മാത്രമല്ല, ഒരു പരാജയഭീതി കൊണ്ടല്ല അത്തരത്തിലൊരു നിലപാടിലേക്ക് ലീഗ് എത്തിയത്. പക്ഷേ അതിൽ ചില കണക്കുകൾ കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കമുള്ള ചില കണക്കുകളുണ്ട്. അത് ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കണക്കാക്കിയാൽ, വിവിധ മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടും കണക്കാക്കിയാൽ ഒരുപക്ഷെ അത് രണ്ടാമതെത്തിയ സ്ഥാനാർത്ഥിക്കാണ് ഈ SDPI വോട്ടുകൾ പോകുന്നതെങ്കിൽ അവർക്ക് ഒരു ജയസാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള കണക്കുകളാണ് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വന്നത്. ആ കണക്കുകളെ മറികടക്കാനും ഇത്തരത്തിൽ SDPI പിന്തുണ സഹായകമായേക്കുമെന്ന് ചില നേതാക്കളെങ്കിലും മുസ്ലിം ലീഗ് നേതൃത്വത്തിലും കരുതിയിരുന്നു. പക്ഷേ ഏതായാലും ഒടുവിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ദേശീയ തലത്തിൽ അവർക്ക് വളരെ അത്യാവശ്യമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം ആവശ്യമില്ല എന്ന നിലയിലേക്കൊരു പരസ്യ പ്രഖ്യാപനം നടത്തണം. ആ നിലയിലുള്ള നിർബന്ധിത വളരെ കടുത്ത നിർബന്ധവും സമ്മർദ്ദവുമാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മേൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇത് ഇപ്പോഴേ വരുന്ന ഒരു വിവരം, ഈ PFIയുടെ രാഷ്ട്രീയ മുഖമായ SDPI രാഹുൽ ഗാന്ധിക്കൊപ്പം എന്ന് സ്മൃതി ഇറാനി വയനാട്ടിലെ റോഡ് ഷോയ്ക്ക് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇതൊക്കെ മറച്ചു വെക്കാനാണ് കൊടി ഒഴിവാക്കിയത് എന്നാണ് സ്മൃതി ഇറാനി വിമർശിക്കുന്നത്. അപ്പോൾ ഇത് BJP ദേശീയ തലത്തിൽ ഒരു ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നടപടിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അത് തള്ളിപ്പറഞ്ഞാലും BJP ഇത് ആ നിലയിൽ കേരളത്തിന് പുറത്തൊരു രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നതിൽ തർക്കം വേണ്ട എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഇത് BJP ദേശീയ തലത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചേക്കും എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടി ഒരു പരിണിത ഫലം അതുതന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ തന്നെ കണ്ടതാണ്.
കോൺഗ്രസിൻ്റെ അടക്കം പതാക ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അങ്ങനെ കോൺഗ്രസിൻ്റെ പതാക ഈ സ്വീകരണ ചടങ്ങിൽ അല്ലെങ്കിൽ റോഡ് ഷോയിൽ ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ഈ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിൻ്റെ പതാകയും ഉയർത്തേണ്ടതുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് വളരെ സ്വാധീനമുള്ള മണ്ഡലം എന്ന നിലയിൽ ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചുമൊക്കെ അവരുടെ പതാക ഉയർത്തുക ഇത്തരത്തിൽ റോഡ് ഷോയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അടക്കം കൊടി ഉപേക്ഷിക്കാൻ നിർബന്ധിതമായത് സ്വാഭാവികമായും ഇത് BJP ദേശീയ തലത്തിൽ കഴിഞ്ഞ തവണ തന്നെ പാകിസ്ഥാൻ്റെ ദേശീയ പതാക എന്ന നിലയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ ദേശീയ തലത്തിൽ നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയർപ്പിച്ച് എന്നുള്ള നിലയിലുള്ള തെറ്റായ ചില പ്രചരണം കഴിഞ്ഞ തവണ നടത്തിയിരുന്നു. ആ പ്രചരണം ഒരുപക്ഷെ ആവർത്തിക്കാനും അത് ദേശീയ തലത്തിൽ തിരിച്ചടിയായേക്കാം എന്നും കണക്കുകൂട്ടി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പതാക പോലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിനെ ഇന്ന് മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയമായി ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഏതായാലും SDPയുടെ പിന്തുണ ഈ സാഹചര്യത്തിൽ അത് പരസ്യമായി തള്ളിപ്പറയുക. SDPയെ സംബന്ധിച്ച് നമുക്കറിയാം, അവരൊരു കേഡർ സംഘടനയാണ്. ആ കേഡർ സംഘടനയ്ക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നത് സംബന്ധിച്ച നിർദ്ദേശം നൽകാനും അത് നടപ്പാക്കാനും അവർക്ക് രഹസ്യമായി കഴിയുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി പക്ഷേ ഈ പിന്തുണയെ തള്ളിപ്പറയുക, രഹസ്യമായി ഒരുപക്ഷെ അവരുടെ പ്രവർത്തകർ വോട്ട് ചെയ്തോട്ടെ, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ നൽകുന്ന പിന്തുണ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും എത്തുകയായിരുന്നു. അത് അവരുടെ സംഘടനാ സംവിധാനം വഴി ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതുമാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് SDPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ശത്രു എന്ന് പറയുന്നത്, രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് BJP ആണ്. അപ്പോൾ BJP ജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ ആർക്കാണോ വിജയസാധ്യതയുള്ളത് അവർക്ക് വോട്ട് ചെയ്യുക എന്ന നിർദ്ദേശം SDP രഹസ്യമായി നടപ്പാക്കുമെന്ന കാര്യവും ഈ UDF നേതാക്കൾക്കറിയാം. അത് ഒരുപക്ഷെ ഈ LDF സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് BJP വലിയ വെല്ലുവിളി ഉയർത്തുന്നതെങ്കിൽ ആ മണ്ഡലങ്ങളിൽ വോട്ടുകൾ LDF പക്ഷത്തേക്ക് പോകുമെന്നും UDF നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു UDF എന്ന നിലയിൽ SDP എന്ന പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ മുരളീധരൻ അടക്കം ഉയർത്തിയിട്ടുള്ള ചില രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടിക്ക് അവിടെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ജയിക്കും എന്ന അത്തരത്തിലുള്ള ഒരു പ്രചരണം ശക്തമായതുകൊണ്ട് ആ വോട്ടുകളെല്ലാം SDP-യുടെ വോട്ടുകൾ ശിവൻകുട്ടിക്ക് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നൽകുന്ന നിലയിലേക്ക് എത്തിയിരുന്നു എന്നാണ് മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. LDF-നെ സംബന്ധിച്ച് അത്തരം വോട്ടുകൾ സ്വീകരിക്കാവുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കും അതായിക്കൂടാ എന്ന നിലയിലൊക്കെ മുരളീധരൻ രാവിലെ പരാമർശം നടത്തിയിരുന്നു. പക്ഷേ UDF നേതാക്കളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ ചിത്രം മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന ആലോചനയിലാണ് നേതാക്കൾ. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇതൊരു തിരിച്ചടിയിലേക്ക് എത്തുമോ എന്ന കണക്കുകൂട്ടൽ ഇപ്പോൾ തന്നെ നേരത്തെ വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്മൃതി ഇറാനി അടക്കം ഈ വിഷയമാണ് SDP-യുമായുള്ള അവരുടെ SDP-യുടെ പിന്തുണ സ്വീകരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണം ദേശീയ തലത്തിൽ BJP നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഈ പ്രചരണം ഇപ്പോൾ തള്ളിക്കളയുന്നു. SDP-യുടെ പിന്തുണ വേണ്ട എന്ന നിലയിൽ പരസ്യമായി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ SDP-യുടെ പിന്തുണ തള്ളിക്കളയുകയാണ് ഇപ്പോൾ UDF നേതാക്കൾ ചെയ്തിരിക്കുന്നത്. ദിലീപ്, സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ UDF-ന് പ്രതിരോധിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ SDPI ഇടതുമുന്നണിയെ പിന്തുണച്ചിട്ടുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭ അതിൽ അത്തരമൊരു ഭരണം, അവിടെ ഒരു സഹകരണത്തിൽ CPI വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ച വാർത്ത അധികകാലമൊന്നുമായില്ല, നമ്മളുടെ ഒന്നും മറവിയിലേക്ക് അത് പോയിട്ടില്ല. അപ്പോൾ അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസ്ഥാനത്തുണ്ടായിരിക്കെ അത് ഉയർത്തി പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ ഇവിടെ SDP പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ് തൽക്കാലം തടി തപ്പുക എന്ന നിലയിലേക്ക് UDF കോൺഗ്രസ് നേതൃത്വം എത്തി എന്ന് പറയുമ്പോൾ വല്ലാത്ത സമ്മർദ്ദം ഹൈക്കമാൻഡിൽ നിന്ന് സംസ്ഥാന ഘടകത്തിനുണ്ടായി എന്ന് വേണം നമ്മൾ കരുതാൻ, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ SDP-യുടെ പിന്തുണ കേരളത്തിൽ സ്വീകരിക്കുന്നു. SDP കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് SDP എടുത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 9 മണ്ഡലങ്ങളിൽ മത്സരിച്ച പാർട്ടിയാണ് SDP. കേരളത്തിൽ SDP-ക്ക് വലിയ തോതിലുള്ള കേഡർമാരുണ്ട്, അവർക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് SDP സ്വീകരിച്ചു. അത് പല രാഷ്ട്രീയ ഘടകങ്ങളൊക്കെ
പരിഗണിച്ചാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് SDP നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ട്, പക്ഷേ പിന്തുണയെ തള്ളിപ്പറയുന്നതിന് ആരും തയ്യാറായിരുന്നില്ല. KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കം ആരെങ്കിലും വോട്ട് തങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കണമോ എന്നൊക്കെ ഉള്ള ഒരു നിലപാടും അത്തരത്തിലുള്ള പരസ്യമായ പ്രതികരണവുമാണ് നടത്തിയിരുന്നത്. പക്ഷേ അത് ദേശീയ തലത്തിൽ BJP കൂടുതൽ ഉപയോഗിക്കുന്നു. തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അണ്ണാ DMK സഖ്യത്തോടൊപ്പമാണ് SDP അവിടെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. രാമനാഥപുരത്ത് SDP-യുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. ഇത് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സംസ്ഥാനമായ കർണാടകയിൽ SDP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മുതൽ തന്നെ അവിടെ SDP-യുടെ നിലപാടുകളൊക്കെ രാഷ്ട്രീയമായി തന്നെ ചോദ്യം ചെയ്തിരുന്ന നേതാക്കൾ, BJP നേതാക്കളൊക്കെ അത് വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നതാണ്. അതുകൊണ്ട് ആ കർണാടകയിൽ അടക്കം അതുപോലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അത് കോൺഗ്രസിന് തിരിച്ചടിയായേക്കും എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയത്. അതുകൊണ്ടാണ് പരസ്യമായി തള്ളിപ്പറയണം എന്ന നിലപാട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ ഹൈക്കമാൻഡ് ചെലുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ SDP പിന്തുണ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ പിന്തുണ അത് നിരാകരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. SDP പിന്തുണ സ്വീകരിക്കില്ല എന്നാണ് KPCC നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും UDF കൺവീനറും ഒക്കെ അറിയിക്കുന്നത്. വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും UDF ഒരുപോലെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർക്കുന്നു. SDP-യുടെ പിന്തുണ വന്ന് അവരുടെ പിന്തുണ അറിയിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് വേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും എടുക്കുന്നത് എന്നതൊരു കൗതുകം കൂടിയാണ്. BJP-യും CPM-ഉം വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കുകയും അക്കാര്യത്തിൽ UDF ഒരു പ്രതിരോധത്തിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു തള്ളിപ്പറയൽ ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് UDF നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ഇത് ഡീലിൻ്റെ ഭാഗമാണെന്ന് രാവിലെ ഒരു വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ പിന്തുണ വേണ്ട, അത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തൽക്കാലം കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തലയൂരുകയാണ് ആ വിവാദത്തിൽ നിന്ന്.